സ്വർണ്ണമോഷണ വിഷയത്തിലും മറ്റ് ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കുന്ന പ്രവണതയിലും കാര്യമായ മാറ്റം വരുവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഒരു കാര്യവും ചെയ്യേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. ശബരിമലയിൽ പോകുമ്പോൾ ഒരു കഷ്ണം കടലാസിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് എഴുതി ഭണ്ഡാരത്തിലിടുക. നായാ പൈസ ഇടരുത്. ഗുരുവായൂർ പോയാൽ ഭണ്ഡാരത്തിൽ നായാ പൈസ ഇടരുത്. ഓം നമോ നാരായണായ എന്ന് എഴുതിയിട്ടോളൂ. സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൈസ ഇടാതിരിക്കുക. ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. വേറെന്താ വഴിയുള്ള? അപ്പോൾ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും, വിശക്കുന്ന ആൾക്കാരുണ്ടാവും, ദാഹിക്കുന്ന ആൾക്കാരുണ്ടാവും, രോഗികളുണ്ടാവും. അവിടെ കൊടുക്കുക. ഗുരുവായൂർ പോയാൽ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പ നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടൂ, ഈ കള്ളന്മാരുടെ നടുക്കുന്ന് രക്ഷപ്പെടൂ, എന്നാൽ ഞാൻ വല്ല പണവും തരാം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, വേറെ വഴിയില്ല. ഇത് നമ്മൾ വെറുതെ വെഡിത്തം പറയാന്നല്ലാണ്ടതാ. ഇപ്പം കോടികൾ കുമിഞ്ഞു കൂടി കഴിഞ്ഞു ഇക്കൊല്ലം ശബരിമലയിൽ, കോടികൾ. അതിലിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം. അതുകൊണ്ട് ഇതിനെ തുടരും, മോഷണം തുടരും. ഈ കള്ളന്മാരുടെ വാർത്ത മുഴുവൻ വന്നിട്ടും ഇക്കോടികൾ കുമിയാന്ന് പറഞ്ഞ് എന്താ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ബോധം? ഒരു എത്തുപിടിയും കിട്ടില്ല ഇതെന്താണിതെന്ന്. ഇതല്ലാതെ വേറൊരു വഴിയില്ല. പിന്നെ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സർക്കാരിൻ്റെ കൈകടത്തൽ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ സാമാജികമായി ഒറ്റക്കെട്ടായി ആരംഭിക്കേണ്ടതുണ്ട്. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ഇപ്പം നടക്കുന്നുണ്ട് കുറച്ചൊക്കെ. എന്തായാലും മാർഗദർശക മണ്ഡലമൊക്കെ അത് വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. നോക്കാം.